16-ാം നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ആർ ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വോട്ടെണ്ണൽ ആരംഭിച്ചോ? അനുജ, വോട്ടെണ്ണൽ ആരംഭിച്ചു. മൂന്ന് മുന്നണിയുടെയും നിയോഗിച്ച ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത്. നിയമസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഷാജൻ സി ബേബിയാണ് വോട്ടെണ്ണൽ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. LDFിൻ്റെ പോളിംഗ് ഏജന്റ് പാറശാല MLA CK ഹരീന്ദ്രനാണ്. UDFിൻ്റെ കൗണ്ടിംഗ് ഏജന്റ് അൻവർ സാദത്താണ്. BJPയുടെ കൗണ്ടിംഗ് ഏജന്റ് V മുരളീധരനാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 140 MLAമാരിൽ 139 പേരാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടം സ്പീക്കറായിട്ട് ചുമതല വഹിക്കുന്ന G സുധാകരൻ വോട്ട് ചെയ്തില്ല. വോട്ടെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയിൽ, അതിന് മേൽനോട്ടം വഹിച്ച ആളെന്ന നിലയിൽ താൻ നിഷ്പക്ഷത പാലിക്കുന്നു, വോട്ട് ചെയ്യുന്നില്ല എന്നാണ് G സുധാകരൻ സഭാതലത്തെ അറിയിച്ചത്. അതുകൊണ്ടാണ് 140 MLAമാരിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 139 കുറഞ്ഞത്. അതിൽ തന്നെ UDFന് 101 വോട്ടുകളുണ്ട്. 101 MLAമാരുടെ മൊത്തം 102 MLAമാരുടെ പിന്തുണ ഭൂരിപക്ഷമാണ് UDFിനുള്ളത്. G സുധാകരൻ വോട്ട് ചെയ്യാതെ മാറി നിഷ്പക്ഷത പാലിച്ചപ്പോൾ മൊത്തം MLAമാരുടെ എണ്ണം UDFിൻ്റേത് 101 കുറഞ്ഞു. അപ്പോൾ 101 MLAമാരുടെ വോട്ടുകളും രേഖപ്പെടുത്തിയതിനാൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. LDFന് 35 വോട്ടുകൾ ലഭിക്കാം. BJPക്ക് 3 വോട്ടുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 2016 P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട കാലത്ത് അന്ന് BJP അംഗമായിരുന്ന, നിയമത്തിൽ നിന്ന് ജയിച്ച BJP അംഗമായിരുന്ന O രാജഗോപാൽ ശ്രീരാമകൃഷ്ണന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ശ്രീരാമൻ്റെയും കൃഷ്ണൻ്റെയും പേര് സംയോജിക്കുന്ന ഒരു പേരുകാരന് താൻ വോട്ട് ചെയ്തു എന്നാണ്. അതുപോലെ എന്തെങ്കിലും വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നടക്കുമോ എന്നാണ് ഈ കാത്തിരിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണൽ കഴിയുമ്പോൾ അക്കാര്യം വ്യക്തമാകും. ഇപ്പോൾ എത്ര സമയത്തിനുള്ളിൽ ആ പേര് പ്രഖ്യാപിക്കും? നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ആ പേര് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് ശ്രീജിത്ത്? 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വോട്ടെണ്ണൽ പൂർത്തിയാക്കാനാണ് സാധ്യത. ഒരു വട്ടം കൂടി വോട്ട് എണ്ണിയ ശേഷം പ്രോട്ടം സ്പീക്കറായ G സുധാകരനായിരിക്കും ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിനുശേഷം സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ട് സഭയിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസംഗമുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അറിയിപ്പും സഭാതലത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 3 സ്ഥാനാർത്ഥികൾ എന്ന തരത്തിലേക്ക് വരുന്നത്, അല്ലേ? പ്രത്യേകിച്ച് BJPക്ക് ഇത്തവണ 3 അംഗങ്ങളുണ്ട്. അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ആ തരത്തിൽ 3 സ്ഥാനാർത്ഥികൾ എന്നത് കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതാണോ ശ്രീജിത്ത്? അനുജ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 3 പേർ മത്സരിക്കുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു MLAക്ക് സ്പീക്കറായി മത്സരിക്കണമെങ്കിൽ മറ്റൊരാൾ പിന്താങ്ങുകയും വേണം. ഇതാദ്യമായാണ് BJPക്ക് കേരള നിയമസഭയിൽ 3 അംഗങ്ങൾ ഉണ്ടാകുന്നത്. 2016 നിയമസഭയിൽ O രാജഗോപാൽ മാത്രമായിരുന്നു BJP അംഗം. അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ പിന്താങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. ഇത്തവണ അതല്ല, 3 MLAമാരുള്ളതുകൊണ്ട് ഒരാളുടെ പേര് ഒരാളെ മത്സരിപ്പിക്കാനും മറ്റൊരാൾക്ക് പിന്താങ്ങാനും കഴിയുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെയാണ് 3 പേർ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതാദ്യമായാണ് സമീപകാലത്തെന്ന് നിശ്ചയമായും പറയാം. എനിക്ക് തോന്നുന്നു ഈ വോട്ടെണ്ണൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രീജിത്ത്. അപ്പോൾ ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? അനുജ, വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച ബാലറ്റുകൾ പ്രത്യേകമായി തരംതിരിച്ച് എടുത്തിട്ടുണ്ട്. അത് എണ്ണി തിട്ടപ്പെടുത്തിയായിരിക്കും ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ ഫലപ്രഖ്യാപനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രോട്ടം സ്പീക്കർ G സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് വിജയിച്ചതായിട്ടുള്ള പ്രഖ്യാപനം ഏതാനും മിനിറ്റുകളകം തന്നെ പ്രതീക്ഷിക്കുന്നു. അതോടെ ഈ പ്രോട്ടം സ്പീക്കറുടെ ചുമതല അവസാനിക്കും. G സുധാകരന്റെ ആ ചുമതല പൂർത്തിയാവുകയാണ്. ഇന്നിപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയില്ല. നിഷ്പക്ഷത പാലിക്കുക എന്നത് കണക്കിലാക്കി അദ്ദേഹമാണ് ഇതിനൊക്കെ മേൽനോട്ടം വഹിച്ചത് തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് കൊണ്ട് ആ തരത്തിലേക്ക് 139 വോട്ടുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ആരൊക്കെ വോട്ട് രേഖപ്പെടുത്തി? 101 വോട്ടുകളും തിരുവഞ്ചൂരിന് കിട്ടിയോ എന്നൊക്കെയുള്ളൊരു കൗതുകമാണ് ഇനി ബാക്കിയുള്ളത്. തീർച്ചയായും അനുജ, മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ UDFിൻ്റെ G സുധാകരൻ ഒഴികെയുള്ള എല്ലാ വോട്ടുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലഭിച്ചോ, ഏതെങ്കിലും വോട്ടുകൾ അസാധുവായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വോട്ടെടുപ്പിന് ശേഷം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. 3 പേരുടെ പേരുകളാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ ബാലറ്റിലുള്ളത്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും AC മൊയ്തീൻ്റെയും BB ഗോപകുമാറിനെയുമാണ്. ആർക്കാണോ പോസിറ്റീവായി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആർക്കാണോ അവരുടെ നേർക്ക് ഗുണനചിഹ്നം അഥവാ ഇൻഡു മാർക്ക് ഇടുകയാണ് ഈ വോട്ട്
ചെയ്യുന്ന രീതി പുതിയ MLA-മാർ അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ പരിചയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഈ ഏതെങ്കിലും വോട്ട് അസാധുവായിട്ടുണ്ടോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും അത്തരം കൗതുക നിറഞ്ഞ വാർത്തകൾക്കായി കാത്തിരിക്കുന്നു. അതാണ് 16-ാം നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. വോട്ടെണ്ണലും അതിന്റെ അവസാന ഘട്ടത്തിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.